സംസാരിക്കാൻ പോകുന്നത് വേറിട്ട പഠനാനുഭവങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വൈജ്ഞാനിക ലോകം. നമ്മുടെ വിദ്യാലയങ്ങൾ വെറും ക്ലാസ് മുറികളിലും പുസ്തകങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടേണ്ടവയാണോ? തീർച്ചയായും അല്ല. വിദ്യാലയങ്ങൾ അറിവിൻ്റെ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവ സാമൂഹിക ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. ഞങ്ങൾ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്കൂൾ സമീപിച്ച ഒരു വ്യത്യസ്ത പഠനാനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പഠനാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്ന സ്കൂൾ ക്യാമ്പസ് ഒരു ഭൂമിശാസ്ത്ര പര്യവേഷണം എന്നതാണ് വിഷയാധിഷ്ഠിതമായ ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അന്തർവിഷയ സമീപന രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ പദ്ധതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ മണ്ണിനെക്കുറിച്ചും ജലത്തെക്കുറിച്ചും വായുവിനെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാം. ഇത്തരത്തിൽ സ്കൂൾ ക്യാമ്പസിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമുക്ക് പ്രയോജനകരമായി ഉപയോഗിക്കാം. ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ വിവരങ്ങൾ ഉപയോഗിക്കാം. ഇത് ഞങ്ങളെ അറിവ് നേടുന്നവരിൽ നിന്നും അറിവ് ഉണ്ടാക്കുന്നവരും അത് പ്രയോജനപ്പെടുത്തുന്നവരുമാക്കി മാറ്റുന്നു. ഇത് ഭാവിയിലെ തലമുറയെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും പ്രകൃതി സ്നേഹികളുമായി മാറ്റാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് വളരെ അത്യാവശ്യമാണ്. ഇത് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ ശക്തി നൽകും. ഈ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ മാതൃക ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി മാറുമെന്നും ലോക ശ്രദ്ധ നേടുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അറിവ് പുസ്തകങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പ്രവർത്തനങ്ങൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സഹകരണവും പിന്തുണയും നന്ദിയോടെ ഓർക്കുകയാണ്. അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. സ്ഥാനീയ അറിവ്, അതായത് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ. നമ്മുടെ സ്കൂൾ ക്യാമ്പസിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല കാലഘട്ടങ്ങളിലെ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അവ എന്താണെന്നോ? നമ്മുടെ സ്കൂൾ ക്യാമ്പസിനുള്ളിലെ മരങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില മരങ്ങൾ വളർന്നു വലുതായതും പുതിയ മരങ്ങൾ ഉണ്ടായതും ചില മരങ്ങൾ ഇല്ലാതായതുമൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളിലും മറ്റ് സൗകര്യങ്ങളിലും വന്ന മാറ്റങ്ങളും നമുക്ക് കണ്ടെത്താനായി. ഇത് വളരെ കൗതുകകരമായ ഒരു അറിവായിരുന്നു, അല്ലേ? ഈ അറിവ് നമ്മെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുകയുണ്ടായി. നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിനുപകരിക്കുന്ന ഒന്നാണ് ഇത്തരം ഉപഗ്രഹ ചിത്രങ്ങൾ. നമ്മുടെ അധ്യാപകൻ നമ്മോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പ്രളയ സമയങ്ങളിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ? തീർച്ചയായും ഉപയോഗിക്കാം. വെള്ളം കയറിയ പ്രദേശങ്ങൾ മനസ്സിലാക്കാൻ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്രളയം മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങളെ പഠിക്കാൻ, കാലാവസ്ഥാ മാറ്റം പഠിക്കാൻ, ഒരു പ്രദേശത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ, ഇതിനൊക്കെ ഇത്തരം ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നറിയാമോ? സൂര്യനിൽ നിന്ന് വരുന്ന വിവിധ തരം വികിരണങ്ങളെയാണ് ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഉപയോഗിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിവിധ തരംഗദൈർഘ്യമുള്ള വികിരണങ്ങൾ ഓരോ ഭൂതല പ്രത്യേകതകളും പ്രതിഫലിക്കുന്നു. ഈ കഴിവാണ് ചിത്രങ്ങളെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇത് നമ്മളെ മറ്റൊരു തിരിച്ചറിവിലേക്കാണ് നയിച്ചത്. ഓരോ വിഷയവും ഒറ്റയ്ക്കല്ല നിലനിൽക്കുന്നത്, മറിച്ച് മറ്റു വിഷയങ്ങളുമായി ചേർത്ത് പഠിക്കുമ്പോഴാണ് ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നത്. അതായത് അന്തർവിഷയ സമീപനം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും പ്രാദേശിക മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വിവിധ കാലഘട്ടങ്ങളിലെ ഉപഗ്രഹ ചിത്രങ്ങൾ എത്രത്തോളം സഹായിക്കുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
ഈ അറിവുകളുടെ തുടർച്ചയായി സ്കൂൾ ക്യാമ്പസിൻ്റെ മാപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പഠിച്ചു. ടേപ്പ് ഉപയോഗിച്ച് അളവുകൾ എടുത്തു. ഒരു A4 പേപ്പറിൽ ഈ വലിയ കെട്ടിടത്തെ എങ്ങനെ ഒതുക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് തോത്, അതായത് സ്കെയിലിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയത്. വലിയ സ്ഥലങ്ങളെ ചെറിയ പേപ്പറിലേക്ക് ഒതുക്കാൻ തോത് സഹായിക്കുന്നു. പ്ലാനുകൾ തയ്യാറാക്കുമ്പോഴും ഭൂപടങ്ങൾ തയ്യാറാക്കുമ്പോഴും തോതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തോതിനനുസരിച്ചാണ് അതിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എത്രത്തോളമാണെന്ന് നാം തീരുമാനിക്കുന്നത്. വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈ സ്കൂൾ ഭൂപടം തയ്യാറാക്കിയതിലൂടെ ഒരു ഭൂപടത്തിന് തലക്കെട്ട്, തോത്, ദിശ, നിറങ്ങളും ചിഹ്നങ്ങളും അക്ഷാംശ രേഖാംശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഭൂപട നിർമ്മാണ ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന വലിയൊരു ശാഖയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ സ്കൂൾ ഭൂപടം തയ്യാറാക്കിയ അതേ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക ഭൂപടവും തയ്യാറാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഭൂപട നിർമ്മാണം എത്ര രസകരമായ ഒന്നാണ് അല്ലേ? തുടർന്ന് ക്യാമ്പസ് മാപ്പ് തയ്യാറാക്കുന്നതിനായി നമ്മൾ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അതായത് GPS പരിചയപ്പെട്ടു. GPS ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നും ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കി. GPS ഉപകരണങ്ങളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ നേരിട്ട് കണ്ടുപഠിച്ചു. അങ്ങനെ GPS വഴി ശേഖരിച്ച വിവരങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും പ്രയോജനപ്പെടുത്തി ഭൂവിവര വ്യവസ്ഥയുടെ അതായത് GISൻ്റെ സഹായത്തോടെ നമ്മൾ നമ്മുടെ സ്കൂൾ ക്യാമ്പസ് മാപ്പ് തയ്യാറാക്കി. GPS, GIS എന്നീ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു സാഹചര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. ഈ അറിവുകൾ നേടുന്നതിലൂടെ 1-ാം വർഷത്തെയും 2-ാം വർഷത്തെയും പാഠഭാഗങ്ങളായ ഭൂപടങ്ങൾ, വിദൂര സംവേദനം, സ്ഥാനീയ സാങ്കേതിക വിദ്യ തുടങ്ങിയവ പ്രായോഗികമായി പഠിക്കാൻ കഴിഞ്ഞു. ഈ സാങ്കേതിക വിദ്യയ്ക്ക് തൊഴിലവസരങ്ങളുടെ അനന്തമായ സാധ്യതകളാണുള്ളത്. ഭൂപട നിർമ്മാണം, നഗരാസൂത്രണം തുടങ്ങി നിരവധി മേഖലകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് ജലം. ശുദ്ധമായ ജലം എല്ലാവർക്കും കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജലം ശുദ്ധമാണോ, അതിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമുണ്ട്. മലിനജലം മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും. ജലത്തിന്റെ പരിശുദ്ധി മനസ്സിലാക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ 2 പ്രധാന ഘടകങ്ങളാണ് TDSഉം pHഉം. അത് എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ സെൻസറിന്റെ സഹായത്താൽ പഠിച്ചു. ജലത്തിന്റെ പരിശുദ്ധി മനസ്സിലാക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ് TDSഉം pHഉം. അതിൽ TDS എന്നത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ജലത്തിൽ എന്തുമാത്രം ഖരവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് TDSലൂടെ നമുക്ക് മനസ്സിലാക്കാം. TDS ഒരുപാട് കൂടിയ ജലത്തിന് രുചി വ്യത്യാസവും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. കുടിവെള്ളത്തിന് ഒരു നിശ്ചിത TDS ആണ് ഉള്ളത്. രണ്ടാമത്തത് pH ആണ്. ജലം അമ്ല സ്വഭാവമുള്ളതാണോ അതോ പുളിപ്പുള്ളതാണോ, ക്ഷാര സ്വഭാവമുള്ളതാണോ, കയ്പുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ pH നമ്മളെ സഹായിക്കും. pH 7 ആണെങ്കിൽ അത് നിഷ്പക്ഷമാണ്. 7ൽ കുറവാണെങ്കിൽ അമ്ല സ്വഭാവമുള്ളതും 7ൽ കൂടുതലുള്ളതാണെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളതുമായി മാറുന്നു. pHൽ വരുന്ന വളരെ വലിയ വ്യതിയാനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ സ്കൂളിലെ അധ്യാപകരായ ഷീബ ടീച്ചർ, മായ ടീച്ചർ, സുസ്മിത ടീച്ചർ എന്നിവർ നമുക്ക് വെള്ളത്തിന്റെ TDS, pH, ജലമലിനീകരണം ഇവയൊക്കെ കുറിച്ച് വിശദീകരിച്ചു തന്നു. നമ്മൾ എന്തിനാണ് ഇത് കണക്കാക്കുന്നത്? കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഖരവസ്തുക്കൾ, അതിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്, അത് കുടിക്കാൻ യോഗ്യമാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു. മലിനജലത്തിലൂടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ജലത്തിന്റെ പരിശുദ്ധി മനസ്സിലാക്കുന്നതിലൂടെ ആ രോഗങ്ങളെ നമുക്ക് തടയാനായി സാധിക്കും. നമ്മുടെ പരിസരത്തുള്ള കുളങ്ങൾ, നദികൾ, പുഴകൾ എന്നിവയിൽ മലിനജലം ഒഴുകാറുണ്ട്. ആ ജലം മലിനമാണോ, അതിൽ എന്തെല്ലാം മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും ഈ ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മുടെ പാടങ്ങളിലും പറമ്പുകളിലും കാണുന്ന മണ്ണ് എത്ര പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനെ കുറിച്ച് നല്ല അറിവ് നേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സ്കൂളിൽ മണ്ണറിവ് എന്നൊരു പ്രത്യേക പദ്ധതിയിലൂടെ നമ്മൾ മണ്ണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നമ്മൾ വിദ്യാർത്ഥികൾക്ക് മണ്ണിനെ കുറിച്ച് നല്ല അറിവ് നൽകുക എന്നതാണ്. അതിനപ്പുറം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കർഷകരായ അയൽക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ കൃഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പുസ്തകത്തിലെ അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും സാമൂഹ്യത്തിൽ നല്ല ചെയ്യാനും നമ്മൾ പഠിക്കും. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ചില പ്രധാന കാര്യങ്ങളിതാ. മണ്ണിന്റെ pH പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകും ഇത് അമ്ല സ്വഭാവമുള്ളതാണോ അതോ ക്ഷാര സ്വഭാവമുള്ളതാണോ എന്ന്. ഓരോ വിളയ്ക്കും ഒരു പ്രത്യേക pH അളവുള്ള മണ്ണാണ് വളരാൻ ഏറ്റവും നല്ലത്. ഇത് നമ്മൾ പഠിക്കും. മണ്ണിലെ പോഷകങ്ങൾ.
മരങ്ങൾക്കും ചെടികൾക്കും വളരാൻ ഭക്ഷണം വേണം. ഈ ഭക്ഷണം മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ പ്രധാന പോഷകങ്ങളെക്കുറിച്ചും വളരെ കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കും. ഇവയുടെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കും. പഠനം കൂടുതൽ രസകരവും പ്രായോഗികമാക്കാൻ നമ്മൾ ചില പുതിയ വഴികൾ ഉപയോഗിക്കും. മൊബൈൽ ആപ്പ് വഴി പഠനം. മണ്ണ് എന്ന പേരുള്ള മൊബൈൽ ആപ്പുണ്ട്. സോയിൽ സർവേയും IIITMKയും ചേർന്നാണ് ഇതുണ്ടാക്കിയത്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലുള്ള മണ്ണിന്റെ പ്രത്യേകതകൾ പഠിക്കാം. ഇത്തരം വിവരങ്ങൾ കർഷകർക്കും സഹായകമാകും. നമ്മൾ ഈ പഠനം വെറുതെ അറിവ് നേടാൻ മാത്രമല്ല, ഇതിന്റെ തുടർച്ചയായി നമ്മുടെ സ്കൂളിൽ കർഷകർക്ക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നമ്മളെല്ലാവരും പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. മണ്ണ്, ജലം, മഴ ഇതെല്ലാമാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ. ഇതെല്ലാം നമ്മുടെ ജീവന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും മാനവ വിഭവങ്ങളെ പറ്റി സംസാരിക്കാറുണ്ടോ? അല്ല, എന്താണ് ഈ മാനവ വിഭവങ്ങൾ അഥവാ ഹ്യൂമൻ റിസോഴ്സസ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. മനുഷ്യൻ്റെ കഴിവ്, മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ ജോലി ചെയ്യാനുള്ള കഴിവ്, ഇതിനെല്ലാമാണ് നമ്മൾ മാനവ വിഭവങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ മാനവ വിഭവങ്ങളെല്ലാം പഠിക്കുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോ വിദ്യാർത്ഥിയും എത്ര പ്രധാനപ്പെട്ടവരാണെന്നറിയാൻ ഇതിൻ്റെ പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ എത്ര വിലപ്പെട്ടവരാണെന്ന് അറിയേണ്ടതും അനിവാര്യമാണ്. കൂടാതെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഉപരി നമ്മളായി തന്നെ നേരിട്ട് ശേഖരിക്കുന്ന അറിവുകൾ നമ്മുടെ ദീർഘകാല ഓർമ്മകളിൽ നിലനിൽക്കുന്നതായിരിക്കും. സമൂഹത്തിലെ ഒരു നല്ല പൗരനാകാൻ വേണ്ടിയും മാനവിക വിഭവങ്ങളുടെ പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമ്മളത് എങ്ങനെയാണ് പഠിക്കുന്നത്? അതിനായി നമ്മുടെ സ്കൂളിൽ വളരെ രസകരമായ ഒരു പ്രവർത്തനം നടത്തി വരികയാണ്. നമ്മുടെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കുക. ഇതിലൂടെ സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒപ്പം ഓരോ ക്ലാസ്സുകളിലും എന്തുമാത്രം കുട്ടികളുണ്ടെന്നും അവരുടെ സാന്ദ്രത എത്രയാണെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇത്തരം അറിവുകൾ നമ്മൾ ക്യാമ്പസിനുള്ളിൽ പഠിച്ചതിന് ശേഷം നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യയെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനായി ആദ്യം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യ എത്രയാണെന്ന് കണ്ടെത്തുക. കണ്ടെത്തിയ ജനസംഖ്യയിലെ സ്ത്രീ പുരുഷ അനുപാതവും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഓരോ വാർഡിലെയും ജനസാന്ദ്രതയും കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇതിനുപരി സാക്ഷരതാ നിരക്ക്, മരണനിരക്ക്, ജനന നിരക്ക് ഇതെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരം വിവരങ്ങൾ വിഷയാധിഷ്ഠിത ഭൂപടങ്ങളിലൂടെ ചിത്രീകരിക്കാൻ സാധിക്കും. നമസ്കാരം. സ്കൂൾ വെതർ സ്റ്റേഷനിലെ കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും രേഖപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. നമ്മുടെ സ്കൂളിൽ ഒരു വെതർ സ്റ്റേഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ നമ്മൾ ദിവസവും താപനില അളക്കാറുണ്ട്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ദിവസത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയും ഏറ്റവും കൂടിയ താപനിലയും എന്തിനാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഈ താപനിലകൾ? കൂടിയ താപനില, മാക്സിമം ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ, അതായത് രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെ നമ്മുടെ ചുറ്റുപാടിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ ചൂടിനെയാണ് കൂടിയ താപനില എന്ന് പറയുന്നത്. സാധാരണയായി ഇത് ഉച്ച സമയത്തായിരിക്കും. കുറഞ്ഞ താപനില, മിനിമം ടെമ്പറേച്ചർ. ഇതേ സമയം നമ്മുടെ ചുറ്റുപാടിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ ചൂടിനെയാണ് കുറഞ്ഞ താപനില എന്ന് പറയുന്നത്. ഇത് സാധാരണയായി രാവിലെ ആയിരിക്കും. എന്തിനാണ് നമ്മളിത് രേഖപ്പെടുത്തുന്നത്? ഈ രണ്ട് താപനിലകളും രേഖപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇത് നമ്മളെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കും. കാലാവസ്ഥ മാറ്റങ്ങൾ അറിയാൻ. ഒരു ദിവസത്തെ താപനിലയിലെ വ്യത്യാസം മനസ്സിലാക്കുന്നത് നമ്മുടെ കാലാവസ്ഥ എങ്ങനെ മാറുന്നു എന്ന് പഠിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, പകൽ ചൂട് കൂടുതലോ രാത്രി തണുപ്പുമാണോ അതോ പകലും രാത്രിയും ഒരേ ചൂടാണോ എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ആരോഗ്യം. ചൂടും തണുപ്പും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. ചൂട് കൂടുമ്പോൾ നമുക്ക് ക്ഷീണവും നിർജ്ജലീകരണവും വരാം. തണുപ്പ് കൂടുമ്പോൾ ജലദോഷം, പനി എന്നിവ വരാം. ഈ താപനിലകൾ അറിയുന്നത് എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് മുൻകരുതൽ എടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. സസ്യങ്ങളും മൃഗങ്ങളും. ചെടികളുടെയും മൃഗങ്ങളുടെയും ജീവിതത്തിന് താപനില വളരെ പ്രധാനമാണ്. ചില ചെടികൾക്ക് കൂടുതൽ ചൂട് വേണം, ചിലതിന് തണുപ്പ് വേണം. താപനിലയിലെ മാറ്റങ്ങൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവിതത്തെ ബാധിക്കാറുണ്ട്. നമ്മൾ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജീവികൾ എങ്ങനെയാണ് താപനിലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നതെന്ന് മനസ്സിലാക്കാം. കൃഷിയും വിളകളും. കർഷകർക്ക് ഈ വിവരങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. ഏത് നേരത്ത് ഏത് വിളകൾ നടണമെന്ന് തീരുമാനിക്കാൻ താപനില അറിയുന്നത് സഹായിക്കും. കൂടിയ ചൂട് അല്ലെങ്കിൽ അമിതമായ തണുപ്പ് വിളകളെ എങ്ങനെ ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാം. ശാസ്ത്രം പഠിക്കാം. താപനില രേഖപ്പെടുത്തുമ്പോൾ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ നടത്താനും ഡേറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും പഠിക്കാം. ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനെ പോലെ കാലാവസ്ഥ മാറ്റങ്ങൾ പഠിക്കാം.
അപ്പോൾ വെറുതെ കുറച്ച് അക്കങ്ങൾ എഴുതി വയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ താപനിലകൾ നമ്മുടെ ചുറ്റുപാടിനെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണിത്. നമ്മുടെ വെതർ സ്റ്റേഷൻ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നു. സ്കൂൾ വെതർ സ്റ്റേഷനിൽ ആപേക്ഷിക ആർദ്രത രേഖപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത. നമ്മുടെ സ്കൂൾ വെതർ സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ നമ്മൾ ദിവസവും താപനിലയും മഴയും എല്ലാം രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മൾ എന്തിനാണ് ഇത് അളക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. എന്താണ് ആപേക്ഷിക ആർദ്രത? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള വായുവിൽ എത്രമാത്രം നീരാവി അഥവാ ജലാംശം ഉണ്ട് എന്ന് അളക്കുന്നതാണ് ആപേക്ഷിക ആർദ്രത. ഒരു ഉദാഹരണം പറയാം. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ വായുവിനും നീരാവിയെ വലിച്ചെടുക്കാൻ കഴിയും. വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പരമാവധി അളവിനെ അപേക്ഷിച്ച് ഇപ്പോൾ എത്ര നീരാവി വായുവിലുണ്ട് എന്നതാണ് ആപേക്ഷിക ആർദ്രത. ഇതിനെ നമ്മൾ ശതമാനക്കണക്കിലാണ് രേഖപ്പെടുത്താറുള്ളത്. 100% ആപേക്ഷിക ആർദ്രത എന്നാൽ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും നീരാവി അതിലുണ്ട് എന്നാണ് അർത്ഥം. 50% ആപേക്ഷിക ആർദ്രത എന്നാൽ വായുവിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതി മാത്രമേ അതിലുള്ളൂ എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനാണ് ഇത് രേഖപ്പെടുത്തുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആപേക്ഷിക ആർദ്രത. നമുക്ക് ചൂടോ തണുപ്പോ അനുഭവപ്പെടുന്നത് താപനിലയെ മാത്രമല്ല ആർദ്രതയെയും ആശ്രയിച്ചിരിക്കും. നമ്മുടെ ആരോഗ്യം, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ആർദ്രത ഒരു പ്രധാന ഘടകമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ആർദ്രത പ്രധാനമാണ്. ചില ചെടികൾക്ക് കൂടുതൽ ആർദ്രത വേണം, ചിലതിന് കുറച്ച് മതി. കൃഷിക്കാർക്ക് ഇതറിഞ്ഞാൽ ഏത് വിളയാണ് എപ്പോൾ നടേണ്ടത്, എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. കീടങ്ങളുടെയും രോഗങ്ങളുടെയും വ്യാപനത്തെ ആർദ്രത സ്വാധീനിക്കുന്നു. അപ്പോൾ വെറുതെ ഒരു നമ്പർ രേഖപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെയും ചുറ്റുപാടിനെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആപേക്ഷിക ആർദ്രത എന്ന് ഓർക്കുക. വെതർ സ്റ്റേഷനിലെ ഓരോ നിരീക്ഷണവും നമുക്ക് പുതിയ അറിവുകൾ നൽകുന്നു. സ്കൂൾ വെതർ സ്റ്റേഷനിൽ മഴ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലെ വെതർ സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ നമ്മൾ ആർദ്രതയും താപനിലയും എല്ലാം അളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി രേഖപ്പെടുത്താറുണ്ട്. അതാണ് മഴ. എന്തിനാണ് നമ്മൾ മഴ രേഖപ്പെടുത്തുന്നത്? മഴ എന്ന് പറയുന്നത് വെറും വെള്ളം താഴേക്ക് വീഴുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെയും ചുറ്റുപാടുകളെയും ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ മഴ എത്ര പെയ്തു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. മഴ അളക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് വെള്ളത്തിൻ്റെ ലഭ്യത അറിയാൻ, രണ്ടാമത്തേത് കൃഷിയെ സഹായിക്കാൻ, മൂന്നാമത്തേത് പ്രളയവും വരൾച്ചയും മനസ്സിലാക്കാൻ, നാലാമത്തേത് പാരിസ്ഥിതിക പഠനത്തിന്. നമ്മുടെ ലോകത്ത് ഇപ്പോൾ വളരെ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം. അല്ല, എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനം? അത് നമുക്ക് ഗുണമുള്ളതാണോ അതോ ദോഷമുള്ളതാണോ? ആദ്യം കാലാവസ്ഥ എന്തെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്ത് വളരെ കാലമായി നിലനിൽക്കുന്ന താപം, മഴയുടെ ലഭ്യത, ആർദ്രത, ഇതിനെല്ലാമാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവചിക്കാനാവാത്ത മഴ, അസഹനീയമായ ചൂട്, സഹിക്കാനാവാത്ത തണുപ്പ്, ഇതിനെല്ലാമാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇതുണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. മരങ്ങൾ മുറിക്കുന്നതും കുന്നുകൾ ഇടിക്കുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും അത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, അതിശക്തമായ മഴ, വരൾച്ച, വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വളരെ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് കാലാവസ്ഥയെക്കുറിച്ച് നമ്മളെല്ലാവരും ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സമഗ്ര ശിക്ഷ കേരളം സ്കൂൾ വെതർ സ്റ്റേഷൻ എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ കേരളത്തിലെ 258 സ്കൂളുകളിൽ സ്കൂൾ വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചു. ഇവിടെ വിദ്യാർത്ഥികൾക്ക് താപനിലയും ആർദ്രതയും മഴയുടെ ലഭ്യതയുമെല്ലാം നേരിട്ട് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നു. നമ്മുടെ വെതർ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പഴയകാല ഡേറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പ്രദേശത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നു. കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരെ, സ്കൂൾ വെതർ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും ഉപകരണങ്ങൾ വെക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, അത് ഒരു ശാസ്ത്ര ലാബ് കൂടിയാണ്.